السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن، لا حول ولا قوة إلا بك يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول، أطيعوا الله وأطيعوا الرسول وأولي الأمر منكم، فإن تنازعتم في شيء فردوه إلى الله ورسوله. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم: ستفترق أمتي على 73 ملة كلهم في النار إلا ملة واحدة. صدق رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള പണ്ഡിതന്മാരും പ്രിയപ്പെട്ട സംഘടനാ നേതാക്കൾ, സഹപ്രവർത്തകർ, ഈ പട്ടണത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ പ്രസ്ഥാനത്തിന്റെ ശബ്ദം ശ്രവിക്കാൻ സംഗമിച്ച സത്യന്വേഷികളായ സഹോദരങ്ങൾ, സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ സമ്മേളനങ്ങളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമലീകരിക്കപ്പെടുന്ന വിശ്വാസ ധാരകളുടെ അകത്തളങ്ങൾ വിശദമായി പഠനം നടത്തിയും വിശ്വാസത്തിന്റെ കരുറപ്പിൽ മുന്നേറ്റങ്ങളുടെ വഴി തേടാനുള്ള മഹത്തായ ആഹ്വാനങ്ങൾ നൽകിയും വിശ്വാസം, വിമോചനം, മുന്നേറ്റമെന്ന പ്രഖ്യാപിതമായ സന്ദേശത്തിന്റെ വിവിധങ്ങളായ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ഒദായി എന്ന് പറയുന്ന പൗരാണിക പട്ടണത്തിൽ സംഘടിപ്പിച്ച ഇസ്ലാമിക പ്രഭാഷണത്തിലാണ് നാം ഉള്ളത്. വർത്തമാനകാല മുസ്ലിം സമൂഹത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഇതിഹാസ പോരാട്ടങ്ങളുടെ നാന്ദി കുറിക്കുകയും അന്ധകാര നിബിഡമായ സമൂഹത്തിന്റെ മനതലങ്ങളിലേക്ക് വൈജ്ഞാനിക വിപ്ലവത്തിന്റെ നവോത്ഥാന നായകത്വം ഏറ്റെടുക്കുകയും ചെയ്ത് ലോകത്തിന്റെ ഇരുൾമുറ്റിയ തെരുവുകളിൽ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ സൂര്യോദയം നടത്തിയ മഹാന്മാരായ പൗരാണികരായ ഇസ്ലാമിന്റെ പ്രബോധക സംഘങ്ങളുടെ അതിമഹത്തായ, അത്യുജ്വലമായ, അത്യുന്നതമായ ധാർമ്മിക പോരാട്ടങ്ങളുടെ പരിണിതിയായിരുന്നു ആയുധങ്ങളില്ലാതെ, ആൾബലമില്ലാതെ, ആയുധമുഷ്കില്ലാതെ സുതാര്യവും സത്യസമ്പൂർണവുമായ ഒരു സന്ദേശത്തിന്റെ സമ്പൂർണമായ സമർപ്പണത്തിലൂടെ യൂറോപ്യൻ ഉപഭൂഖണ്ഡങ്ങളെയും ഏഷ്യൻ മടക്കുകളെയും
ലോകത്തിന്റെ വിവിധങ്ങളായ തെരുവുകളെയും വൈജ്ഞാനിക ധാർമ്മിക സനാതന മൂല്യങ്ങളുടെ സന്ദേശം മുഴക്കി സ്വാധീനിക്കുകയും ഈ മതത്തിന്റെ ശാന്തല തീരങ്ങളിലേക്ക് സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുവരികയും ചെയ്ത കഴിഞ്ഞകാല ഇസ്ലാമിക പ്രബോധക സംഘങ്ങൾ എങ്ങനെയാണ് അവരുടെ ദൗത്യത്തിൽ ദഅവത്തിന്റെ മേഖലയിൽ വിജയിച്ചത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കറിയാം, തന്റെ ഹ്രസ്വമായ 23 വർഷക്കാലത്തെ ജീവിത പടയോട്ടത്തിൽ പ്രവാചകനായി പ്രബോധകനായി 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തിലേക്ക് കാലെടുത്തു വെച്ച പ്രവാചകൻ ആ സമൂഹത്തിന്റെ മനതലങ്ങളോട് സമ്പൂർണമായ സനാതന മൂല്യങ്ങളെക്കുറിച്ച് സംവദിച്ചുകൊണ്ട് ആ സമൂഹങ്ങളുടെ മസ്തിഷ്കങ്ങളെ പിടിച്ചിരുത്തി ചിന്തിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ലോകത്തിൽ നിന്ന് യാത്ര ചോദിക്കുമ്പോൾ തന്റെ ലക്ഷക്കണക്കായ സ്വഹാബിമാരെ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പ്രഖ്യാപിച്ചു, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. ധാർമ്മികമായ പോരാട്ടങ്ങളുടെയും മാനവികമായ മൂല്യങ്ങളുടെയും ഇതിഹാസങ്ങൾ എവിടെയൊക്കെ നടക്കുന്നോ ആ ഇതിഹാസ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോരാളികൾക്ക് എക്കാലത്തും വീര്യം പകരുകയും വഴികാട്ടികളാവുകയും ചെയ്യുന്ന നക്ഷത്രതുല്യരായ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പിത്താന്റെ മുമ്പിൽ ലക്ഷ്യം കാണിച്ച് വാനലോകത്ത് പ്രജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്ര താരോദയങ്ങൾക്ക് തുല്യരാണ് എന്റെ പരിശുദ്ധമായ പാഠശാലയിൽ നിന്ന് എന്റെ ചലനങ്ങളെയും നിശ്ചലനങ്ങളെയും ആവാഹിച്ചെടുത്ത് ഈ മതത്തിന്റെ പ്രബോധനം നടത്തിയ എന്റെ സന്തത സഹചാരികളായ സ്വഹാബ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയും ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരന്റെ കരവലയത്തിൽ നിന്ന് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന രാഷ്ട്രനായകന്മാരുടെ കൈതലങ്ങളിലേക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കൈമാറപ്പെടുമ്പോൾ രാജ്യത്തിന്റെ അഭിമന്യനായ രാഷ്ട്രപിതാവ് ആഗ്രഹിച്ചുവത്രേ, ഇന്ത്യ സ്വതന്ത്രമായാൽ സ്വതന്ത്ര ഭാരതത്തിന്റെ സമൂലമായ പരിവർത്തനത്തിന്റെ നിദാനമായി കാണേണ്ടത് രാജ്യത്തിന്റെ സമ്പൂർണമായ വിമോചനത്തിന്റെ സന്ദേശമായി എനിക്ക് ഉയർത്തിക്കാണിക്കാനുള്ളത് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വിമോചിപ്പിച്ചെടുത്ത വിശ്വപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിലെ പരിശീലന കളരിയിൽ നിന്ന് ധാർമ്മികമായ മൂല്യങ്ങൾ ആവാഹിച്ചെടുത്ത സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീര്യം ഉൾക്കൊള്ളുന്ന പോരാട്ടമാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ ലോകത്തിന്റെ സമ്മതപത്രം സ്വന്തം ജീവിതത്തിന്റെ ചരിത്ര ഭാഗങ്ങളെ കൊണ്ട് നേടിയെടുത്ത മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, എങ്ങനെയാണ് ഇത്തരം അത്യുന്നതമായ പദവികളിലേക്ക് ആബാലവൃദ്ധം വരുന്ന അറേബ്യൻ സമൂഹത്തെ അള്ളാഹുവിന്റെ റസൂല് കൈപിടിച്ചു കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് നമുക്ക് കണ്ടെത്താവുന്ന ചരിത്ര പുസ്തകത്തിലെ പ്രവാചകന്റെ ജീവിത പുസ്തകത്തിലെ വ്യക്തമായ മറുപടി നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പഠിക്കുകയും ചരിത്രം അനുസ്മരിക്കുകയും ചരിത്രത്തിന്റെ പാഠഭാഗങ്ങളിലൂടെ കണ്ണോടിക്കുകയും ചെയ്ത ഇന്നലകളിൽ കടന്നുപോയ മുഴുവൻ ബുദ്ധിജീവികളും ചരിത്ര നായകന്മാരും മൂക്കത്ത് കൈവച്ചുകൊണ്ട് അത്ഭുതത്തോടെ ലോകത്തോട് അന്വേഷിച്ച വസ്തുതയുണ്ട്. എങ്ങനെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന മഹാമനീഷിക്ക എങ്ങനെയാണ് ഈ ഹ്രസ്വമായ 23 വർഷക്കാലത്തെ പടയോട്ടം കൊണ്ട് അന്ധകാര നിബിഡമായ സാമൂഹിക ജീർണതകളുടെ കോട്ടകൊത്തളമായ അറേബ്യൻ മണ്ണിനെ ധാർമ്മികമായ വിശുദ്ധി കൊണ്ട് വിമോചിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്ന ചോദ്യത്തിന് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അത്ഭുതത്തോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തിയ മറുപടി എന്താ? അള്ളാഹുവിന്റെ റസൂൽ ആ സമൂഹത്തോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ ആ സമൂഹത്തോട് സംവദിച്ചത് എന്തായിരുന്നു? ആ സമൂഹം കൊതിച്ചതു തന്നെ പ്രവാചകന് കൊടുക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു. പീഡിത ജനവിഭാഗം വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും വൈവിധ്യങ്ങളായ വൈജാത്യങ്ങളുടെയും പേരിൽ ലോകത്തിന്റെ